നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ പാരായണം ചെയ്യൽ ഏറെ പുണ്യകരമായ ധാരാളം സൂറത്തുകളുണ്ട് എന്ന് സ്വഹീഹായ ഹദീസുകളിലൂടെ പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. പല സൂറത്തുകളും നമ്മൾ കൃത്യമായി നിർവഹിച്ചു പോരുന്നുമുണ്ട്. എന്നാൽ അതിൻ്റെ കൂട്ടത്തിൽ അധിക ആളുകളും അറിവില്ലായ്മ കൊണ്ടോ ഇനി അറിഞ്ഞാൽ തന്നെ ഇത് കുറച്ച് കൂടുതലുണ്ട് എന്നുള്ളതിനാലോ പാരായണം ചെയ്യാതെ ഒഴിവാക്കുന്ന ഒരധ്യായമുണ്ട്. ആ അധ്യായത്തെ സംബന്ധിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇപ്രകാരമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ഇന്ന സൂറത്തൻ മിനൽ ഖുർആനി 30 ആയതൻ ശഫഅത്ത് ലിറജുലിൻ ഹത്താ ഗുഫിറ ലഹു വഹിയ തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്. ഇമാം തിർമിദിയും അബൂദാവൂദും ഇബ്നു മാജയും റഹിമഹുമുല്ലാഹ് ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസാണിത്. എന്താണ് അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? നിശ്ചയമായും വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായമുണ്ട്, 30 ആയത്തുകളാണ് ആ അധ്യായത്തിലുള്ളത്. അത് ശഫാഅത്ത് ലി റജുലിൻ, ഒരാൾക്ക് വേണ്ടി അത് റെക്കമെൻഡ് പറഞ്ഞു. ഒരാൾക്ക് വേണ്ടി അത് റെക്കമെൻഡ് പറഞ്ഞു. റെക്കമെൻഡ് പറയാന്ന് പറഞ്ഞാൽ, അല്ലാഹുവേ, ഇദ്ദേഹത്തിന്റെ പാപങ്ങളെ നീ മായ്ച്ചു കളയണേ, പുറത്തു കൊടുക്കണേ, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ, നരകമോചനം നൽകണേ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണല്ലോ ശുപാർശ ചെയ്യുന്നത്. അങ്ങനെ ഒരാൾക്ക് വേണ്ടി അത് ശുപാർശ ചെയ്തു. ഹത്താ ഗുഫിറ ലഹു, ആ വ്യക്തിയുടെ പാപം പൊറുക്കപ്പെടുവോളം ഈ 30 ആയത്തുകൾ ശുപാർശ പറഞ്ഞു. ഏതാണ് ആ സൂറത്ത്? വഹിയ തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്നാരംഭിക്കുന്ന സൂറത്തുൽ മുൽക്കാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരങ്ങളെ, മറ്റു ചില റിപ്പോർട്ടുകളിൽ കാണാം, അവിടുന്ന് ഉറങ്ങുന്നതിൻ്റെ മുമ്പ് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യാതെ ഉറങ്ങാറില്ലായിരുന്നു എന്നും കൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റു ചില റിപ്പോർട്ടുകളിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി, ആ സ്വഹാബി പ്രകാരം പറയുന്നത് കാണാം: മൻ ഖറഅ തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു കുല്ല ലൈല, എല്ലാ രാത്രിയിലും ആരെങ്കിലും സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുകയാണെങ്കിൽ മനഅഹുല്ലാഹു ബിഹാ മിൻ അദാബിൽ ഖബ്രി, ഖബർ ശിക്ഷയിൽ നിന്ന് അല്ലാഹു അവന് സുരക്ഷിതത്വം നൽകുന്നതാണ്. വകുന്നാ ഫി അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് നുസമ്മിഹ അൽ മാനിഅ, ഈ സൂറത്തുൽ മുൽക്കിന് അൽ മാനിഅ, തടയുന്ന അധ്യായം എന്ന് ഞങ്ങൾ പേര് വിളിക്കാറുണ്ടായിരുന്നു. ആ ആയത്ത് തടയുന്നു എന്ന് പറഞ്ഞാൽ അത് ഖബർ ശിക്ഷയിൽ നിന്ന് തടയുന്നു എന്ന അർത്ഥത്തിലാണ് ഞങ്ങളത് പറഞ്ഞിരുന്നത് എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളും കാണുവാൻ സാധിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അധ്യായം സൂറത്തുൽ മുൽക്ക് 30 ആയത്തുകളുള്ള ഈ തബാറക കൊണ്ട് തുടങ്ങുന്ന ഈ അധ്യായം നമ്മൾ എല്ലാ ദിവസവും, അത് രാത്രിയിലോ പകലിലോ എപ്പോഴോ ആകട്ടെ, ഡെയിലി നമ്മളത് പാരായണം ചെയ്യുന്നത് ഉത്തമമാണ്. അതുകൊണ്ട് അത് നമ്മൾ മനഃപ്പാടമാക്കലും അപ്പോൾ അനിവാര്യമായി വരും. അപ്പോ അതിൽ പറയുന്ന ആശയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കലും അതിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളെ വിശ്വസിക്കലും ഒക്കെ ചെയ്തുകൊണ്ട് അതിനോട് കൂറുപുലർത്തുന്ന ആളുകൾക്ക് വേണ്ടിയായിരിക്കും ഖുർആൻ റെക്കമെൻഡ് പറയുക എന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല. അതിൽ പറയുന്ന ആശയങ്ങളൊക്കെ തള്ളിക്കളഞ്ഞിട്ട് ഒരാൾ രാത്രി സൂറത്തുൽ മുൽക്ക് സ്ഥിരം പാരായണം ചെയ്തത് കൊണ്ട് എന്താ പ്രയോജനം? ഉദാഹരണം, തുടക്കം തന്നെ എന്താണ്? തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്, അള്ളാഹുവിന്റെ കയ്യിലാണ് മുഴുവൻ രാജാധിപത്യവും, എല്ലാ കൺട്രോളും അവനാണ്. ലോകത്തെ കൺട്രോൾ ചെയ്യുന്ന വേറെ ഔലിയാക്കന്മാരുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരുത്തൻ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്തിട്ട് എന്ത് പ്രയോജനമുള്ളത്? അതേപോലെ തന്നെ അതിൽ പറയുന്നുണ്ട്, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഔന്നത്യത്തെ, റബ്ബ് ഏറ്റവും മുകളിലാണ്, അവൻ അത്യുന്നതമായ പദവിയിലാണ്. വിശുദ്ധ ഖുർആൻ 2 പ്രാവശ്യം 2 സ്ഥലത്ത് അതേ സൂറത്തിൽ തന്നെ പറയുന്നുണ്ട് മൻഫിസ്സമായി മൻഫിസ്സമായി എന്നിങ്ങനെ. അമിൻതും മൻഫിസ്സമാ അൻ യഖ്സിഫ ബികുമുൽ അർള, അതുപോലെ തന്നെ അമിൻതും അമ്മിൻതും മൻഫിസ്സമായി അൻ യുർസില അലൈക്കും ഹാസിബാ. 2 സ്ഥലത്ത് ഉപരിഭാഗത്തുള്ളവൻ, മുകളിലുള്ളവൻ എന്ന് മൻഫിസ്സമായി എന്നിങ്ങനെ അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അത് അഹ്ലുസുന്നയുടെ വിശ്വാസം അങ്ങനെയാണ്. അള്ളാഹു 7 ആകാശത്തിന്റെയും മീതെ, അർശിന്റെയും മീതെയാണ് എന്നുള്ളതാണ് റബ്ബിനെ സംബന്ധിച്ചിടത്തോളം അഹ്ലുസുന്നയുടെ വിശ്വാസം.
അഹ്ലുസുന്നയിൽ നിന്ന് മാറിപ്പോയിട്ടുള്ള കക്ഷികൾ അല്ലാഹ് എവിടെയാണെന്ന് ചോദിക്കാൻ തന്നെ പാടില്ല എന്നും, ഇനി ചോദിച്ചാൽ തന്നെ ഉത്തരം അല്ലാഹ് ഫീ കുല്ലി മക്കാൻ, അല്ലാഹ് എല്ലായിടത്തുമുണ്ട് എന്ന വിശ്വാസക്കാരാണ്. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞ വ്യക്തമായ ആ കാര്യത്തെ തള്ളിക്കളയുകയും അല്ലാഹു മുകളിലാണെന്നും എല്ലാ മുകളിലുള്ളവൻ എല്ലാ രാത്രിയിലും അവനോട് അനുയോജ്യമായ നിലക്ക് ഇറങ്ങുന്നുണ്ട് എന്നൊക്കെ പറയുന്നതിനെ പരിഹസിക്കുകയും അല്ലാഹു അർശിൽ ഉപവിഷ്ടനായിരിക്കുന്നു എന്ന് പറയുന്നതിനെ കസേരയിലിരിക്കുന്നു എന്ന് പറഞ്ഞ് കളിയാക്കുകയും, അങ്ങനെ കസേരയിലിരിക്കുന്നവന് ആസനമുണ്ടാവില്ലേ എന്ന് ചോദിക്കുകയും, ഇറങ്ങുന്നത് ഏത് രാത്രിയിലാണ്, അമേരിക്കൻ രാത്രിയിലാണോ ഇന്ത്യൻ രാത്രിയിലാണോ എന്നൊക്കെ ചോദിച്ച്, അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന് ഇറങ്ങാൻ സമയമുണ്ടാവില്ലല്ലോ, എപ്പോഴും കറങ്ങാനല്ലേ സമയമുണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അഹ്ലുസുന്നയുടെ വിശ്വാസത്തിന്റെ നേരെ പരിഹാസവാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുസ്ലിയാക്കന്മാരുണ്ട്. അവരും ഈ മുൽക്ക് പാരായണം ചെയ്തിട്ട് പ്രയോജനമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുൽക്ക് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അത് ഏതോ അങ്ങനെ തന്നെയാണ്. ഖുർആനികമായ വചനങ്ങളോട് കൂറു പുലർത്തുന്ന നിലക്ക് അതിൽ പറയുന്ന കാര്യങ്ങളെ, അഹ്കാമുകളെ ഉൾക്കൊള്ളുകയും വിശ്വാസത്തെ ഉൾക്കൊള്ളുകയും അതിൽ പറയുന്ന സംഭവങ്ങളെ സത്യസന്ധമായി നമ്മൾ സമ്പൂർണമായി അംഗീകരിക്കുകയും അതിനോട് ബഹുമാനവും കൂറും ആ നിലക്ക് പുലർത്തിക്കൊണ്ട് ജീവിക്കുകയും ചെയ്യുമ്പോൾ, അതിനെ സ്ഥിരമായി മുറുകെ പിടിച്ച് ഡെയിലി അതിങ്ങനെ പാരായണം ചെയ്യുമ്പോൾ, നിസ്കാരത്തിലോ അല്ലാതെയോ ഒക്കെ ആയിട്ടെങ്കിലും ഡെയിലി അതിങ്ങനെ പാരായണം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ നേടുവാനും, അതേപോലെ തന്നെ നാളെ പരലോകത്ത് നമ്മുടെ പാപം പുറത്തു കിട്ടുവോളം അള്ളാഹുവിൻ്റെ മുമ്പിൽ റെക്കമെൻഡ് പറയുവാനും സൂറത്തുൽ മുൽക്ക് ഉണ്ടാകും എന്ന ആശയങ്ങളാണ് ഈ വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഏറ്റവും നന്നായി അറിയുന്നവൻ. ആ അർത്ഥത്തിൽ നാം നമ്മെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഇത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരിക. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.